ശ്രീകുമാറേ, ആ. ഈ നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ വിഷയം ശരിക്കും തിരുവനന്തപുരത്തെ BJP നേതൃത്വവും CPM നേതൃത്വവും ഒരു ഡബിൾ പ്ലേ കളിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ആ കേസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ഡബിൾ പ്ലേ അല്ലെങ്കിൽ ഡൂബിയസ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഈ CPM-ൻ്റെ ഭാഗത്തുനിന്നും BJP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതാണ് പോലീസ് ഇവർക്കെതിരെ എടുത്ത കേസ് FIR ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ എന്തോ ഒരു സമ്മർദ്ദം എവിടെയോ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആ പെൺകുട്ടികളുടെ പരാതി CCTV ദൃശ്യങ്ങൾ വന്നപ്പോൾ തന്നെ അത് പൊളിഞ്ഞു പോയതാണ്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇവരുടെ പൈസ അല്ലെങ്കിൽ വക മാറ്റി അല്ലെങ്കിൽ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി പണക്കിൽപ്പെടാതെ പൈസ വെച്ചു അല്ലെങ്കിൽ പൈസ തട്ടിയെടുത്തു എന്നൊക്കെ ആ പെൺകുട്ടികൾ തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിൽ അത് ആ വിഷയമെല്ലാം പുറത്തു വന്ന അവസ്ഥയിലും ഈ കൃഷ്ണകുമാർ എങ്ങനെയാണ് പ്രതിക്കൂട്ടിലാകുന്നത് അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബം എങ്ങനെയാണ് നിരന്തരം പ്രതിക്കൂട്ടിലാവുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം ഒരാളുടെ പൈസ അപഹരിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഇനിഷ്യലി അവിടെ ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞു. പൈസ അപഹരിക്കപ്പെട്ട ആളാണ് വാദി. അപ്പോൾ അതെ, പൈസ അപഹരിച്ച ആളുകൾ പ്രതികളും, അങ്ങനെയാണല്ലോ സാധാരണ കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പൈസ നഷ്ടപ്പെട്ടയാൾ പ്രതിയാവുകയും പൈസ അപഹരിച്ചവർ എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടികൾ വാദികളാവുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ കേസിൽ വന്നു. അത് വരാൻ കാരണം ഒരുപക്ഷെ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടായിരിക്കാം. കാരണം കൃഷ്ണകുമാറിനെ താല്പര്യമില്ലാത്ത ധാരാളം BJP നേതാക്കൾ കൃഷ്ണകുമാറിന് സീറ്റ് കൊടുത്തതിൽ തന്നെ വലിയ വിഷയം ഉണ്ടായിരുന്നത്. കാരണം അന്ന് 35,000 വോട്ട് കൃഷ്ണകുമാർ പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം. അതെ, അത്രയും വോട്ട് പിടിച്ച ആൾ ഇനി 2026 BJPക്ക് കുറച്ചുകൂടെ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സീറ്റ് അവിടെ ഒരു BJP നേതാവിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ സീറ്റിൽ ഒരുപക്ഷെ ഈ ഓളത്തിന്റെ പുറത്ത് കൃഷ്ണകുമാർ ജയിച്ചാലോ എന്നുള്ള ഭയവും BJPക്ക് നേതാക്കൾക്കുണ്ടാവും. കാരണം ഏറ്റവും അധികം ഗ്രൂപ്പിസമുള്ള പാർട്ടിയാണ് BJP. കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമില്ല. കേന്ദ്രത്തിലും ഭരണമില്ല. കേരളത്തിൽ ഇതുപോലുള്ള MP കേന്ദ്രമന്ത്രി ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നുമില്ലാത്തപ്പോഴും വലിയ ഗ്രൂപ്പിസമായിട്ട് ഏറ്റുമുട്ടുന്ന ആൾക്കാരാണ് BJP നേതൃത്വം എന്ന് പറയുന്നത്. കേരളത്തിലെ BJP നേതാക്കളെല്ലാം അതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ BJP എന്ത് സംഭവിക്കാം. അപ്പം അതുകൊണ്ട് കൃഷ്ണകുമാറിന് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ താല്പര്യമുള്ള ആളാണ് കൃഷ്ണകുമാർ എന്നുള്ള തോന്നൽ മറ്റ് നേതാക്കളുടെ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വിഭാഗത്തിനിടയിൽ ഉണ്ടായാലും ഇത് സംഭവിക്കാം. അപ്പോൾ ഏതായാലും BJPക്ക് ഉള്ളിൽ നിന്ന് കൃഷ്ണകുമാറിനെതിരെ ഒരു നീക്കം നടന്നു എന്നുള്ളൊരു സൂചന ഏതായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താതിരിക്കുക, സ്ഥാനാർത്ഥി ഇത് കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ BJPയിൽ നിന്നൊരു ഇന്നറായിട്ടുള്ള നീക്കം നടന്നിട്ടുണ്ടാകണം. അല്ല, അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് BJPക്ക് വളരെ ശക്തിയോടെ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് ഇയാൾ ഒരു BJP നേതാവൊക്കെ ആകുമ്പോൾ അത് ആ വിഷയം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യായിരുന്നു. സത്യത്തിൽ തന്നെ പണം അപഹരിക്കപ്പെട്ടാണ് വിഷയം. പിന്നെ GST തട്ടിപ്പ് നടത്തിയെന്നൊക്കെ അന്വേഷിക്കേണ്ട പോലീസല്ല, അങ്ങനെയല്ല, അത് വേറൊരു വിഭാഗം. അതല്ല അന്വേഷിച്ച് തട്ടിപ്പ് വേറൊരു വശമാണ്. അതാണ് അപ്പൊ സാമ്പത്തിക. അപ്പൊ ഇതൊരു GST തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പോലീസ് അന്വേഷിക്കുക അല്ലെങ്കിൽ പോലീസ് FIR-ൽ ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത്തരം കാര്യങ്ങൾ എടുത്ത് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തോ ഒരു നീക്കങ്ങൾ ഭരണകക്ഷിയുടെയും BJP CPM കൂടെ ചേർന്ന് ചെയ്തതാണെന്ന് പറഞ്ഞുകൂടെ? അല്ല, CPM-നും താല്പര്യമുണ്ടാകും. കാരണം ഒരു സീറ്റ് BJPക്ക് ഉറപ്പുള്ള ഒരു നേതാവ് അവിടെ പലപ്പോഴും BJPയുടെയും CPM-ന്റെ താല്പര്യങ്ങൾ കേരളത്തിൽ ഒന്നാവുന്നതിന്റെ ഒരു അങ്ങനല്ല ശ്രീകുമാറെ, ഞാൻ ഇതിൽ നിന്ന് ഇടപെടുന്നതാണ്. അതായത് മറ്റൊന്നുമല്ല, 9 കൊല്ലമായി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി CPM, നിങ്ങളോ ഞാനോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചെല്ലട്ടെ, പോലീസ് സ്റ്റേഷനിൽ ചെല്ലട്ടെ, ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും ഈ പറയുന്ന കുരുക്കി വീഴ്ത്തലും നമ്മൾ വൺ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടല്ലോ, ആ സിനിമയിൽ കണ്ടത് തന്നെയാണ്. കാര്യം വ്യക്തിപരമായിട്ട് എൻ്റെ പല സുഹൃത്തുക്കൾക്കും എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഈ പോലീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 9 കൊല്ലമായി ഈ പോലീസിനകത്ത് IPS തലത്തിൽ തലപ്പത്ത് മുതൽ പുഴുക്കുത്താം. ആ പുഴുക്കുത്ത് വളരെയധികം. കാര്യം ഈ കേസിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ ഈ 3 പെൺകുട്ടികൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ BJPക്കാർ സഹായിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പെൺകുട്ടികളെ മൈക്കിൻ്റെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ പച്ച കള്ളം വന്നു എന്ന് പറയുമ്പോൾ ഇത് അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ അവർ ചെയ്യും. അത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഇവർക്ക് എനിക്ക് പെൺകുട്ടികൾക്കെതിരെ ഉള്ള പരാതി പോലീസ് അത്ര ഗൗരവത്തിൽ അന്വേഷിച്ചു എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടാക്കരുത്. അല്ല, ഈ ഉപദേശം കൊടുത്തവർക്ക് ചിന്തിച്ചുകൂടെ? ഈ കാശിന്റെ എല്ലാ വശവും പരിശോധിക്കുമ്പോൾ അക്കൗണ്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം അറിയില്ലേ? അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് കൃത്യമായിട്ട് രേഖകൾ വന്നിരിക്കുന്നത്. 63,000 രൂപ വെച്ചാണ് ഈ 3 കുട്ടികളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. സിനിമാ നടനാണ്, തലയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ അയാളുടെ മകളാണ്, ഏതോ ലോകത്ത് മായാലോകത്ത് ജീവിക്കുകയാണെന്നൊക്കെയാണ് ഈ പിള്ളേർ ധരിച്ചത്. എന്നിട്ട് ഇവര് ജാതി കാർഡ് എടുത്ത് കളിച്ചു അല്ലെ? എന്നിട്ട് അയാൾ അസഭ്യം പറഞ്ഞ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബിഹൈൻഡ് ദ കർട്ടൻ CPM-ഓ അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞ പോലെ
BJP രണ്ടുപേരും ഉണ്ടെന്നുള്ള എന്റെ വിശ്വാസം. കാര്യം പോലീസ് നടപടി ഈ ഗെയിമുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് CPM ആണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിന് തൊട്ടുള്ള ഏരിയ കമ്മിറ്റിയോ തിരുവനന്തപുരത്ത് CPM ജില്ലാ നേതൃത്വം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷാജൻ സ്കറിയയുടെ അറസ്റ്റിന്റെ കാര്യം വന്നല്ലോ. അതെ, അപ്പോൾ CPM ജില്ലാ നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് അറസ്റ്റ് ഉണ്ടായതും അതേ തുടർന്ന് പിണറായി വിജയൻ തന്നെ വളരെ മോശം ചീത്തപ്പേരുണ്ടായി അറസ്റ്റിനെ തുടർന്ന്. കാരണം എന്തിനാ അറസ്റ്റ് ചെയ്യുന്നുള്ള ആർക്കും പിടുത്തില്ലാത്ത നടന്നൊരു അറസ്റ്റാണ്. അതുപോലെ തന്നെ പോലീസിനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ചില ഗൂഢശക്തികൾ ഉള്ള ലിസ്റ്റിൽ ബ്ലാക്ക് ലിസ്റ്റിൽ കൃഷ്ണകുമാർ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പെടുത്താനുള്ള ഇതിന്റെ പേരിൽ പെടുത്താനുള്ള ശ്രമം നടന്നു കാണണം. അത് BJPക്ക് അനുകൂലമെന്ന് കണ്ടപ്പോൾ BJP കയറി ചാടി ഇടപെട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഈ കൃഷ്ണകുമാർ ഇതിൽപ്പെടുന്നത് BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ BJPയിൽ ഇപ്പോഴത്തെ നേതാക്കൾക്ക് കുറെ നേതാക്കൾക്ക് ഗുണപ്രദമായി തീരുമെന്നുണ്ടപ്പോൾ അവരിടപെട്ടു. കാരണം ഈ നെക്സസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്നതാണ്. കാരണം CPM-ന്റെ ജില്ലാ നേതൃത്വവും BJPയുടെ ജില്ലാ നേതൃത്വവും തമ്മിൽ നെക്സസ് ഉണ്ടാവും, അധികം താമസമൊന്നും വേണ്ട. അപ്പോൾ ഒരു കോമൺ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, കൃഷ്ണകുമാറിനെ പോലെ ഒരു അറിയപ്പെടുന്ന ആളെ അവിടെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടായി, പെൺകുട്ടികൾ പരാതി കൊടുത്തു, ഇവർക്കെതിരെ കുടുംബത്തിന് പരാതി കൊടുത്തു. അപ്പൊ ഒത്തുതീർപ്പാകേണ്ട അവസ്ഥയിലേക്ക് കൃഷ്ണകുമാർ വരുന്നതായിരിക്കണം ഇവർ വിചാരിച്ചത്. അപ്പൊ ഒത്തുതീർപ്പാകേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒത്തുതീർപ്പാക്കേണ്ട ആരാണ്? പോലീസല്ല ഒത്തുതീർപ്പാക്കേണ്ടത്, CPM നേതൃത്വമാണ്. അപ്പൊ CPM നേതൃത്വത്തിൽ ഇയാൾ സമീപിക്കും, അവിടെ പല കൊടുക്കൽ വാങ്ങലും നടക്കും. ഇതെല്ലാം അതിനകത്ത് മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം പല കൊടുക്കൽ വാങ്ങലുകൾക്ക് വിധേയമാകേണ്ടി വരും CPM നേതൃത്വമായിട്ട്. എന്നാലും ഇവനൊന്ന് ഏതായാലും കുറച്ച് പൈസ കൊള്ളാമെങ്കിൽ ഇവനൊന്ന് പിടിച്ചു കളയാം എന്നവർ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ കേസ് വഴിച്ചിട്ട് പോയിട്ടുണ്ടാവും. കാരണം പോലീസിലും CPM-ലും കൃഷ്ണകുമാറിൻ്റെ അടുത്ത് അയാൾക്ക് ഏതായാലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇത്തരം കേസുകൾ വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേസിൽ പെടുത്തിയത്. നമ്മൾ ഈ പെൺകുട്ടികളുടെ കേസിൽ കൊടുത്ത കൗണ്ടർ കേസ് അവിടെ ഉണ്ടാവാൻ കാരണം കൃഷ്ണകുമാറിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഉദ്ദേശം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് കൗണ്ടർ കേസ് വന്നത്. അത് പെൺകുട്ടികൾ കൊടുത്ത കേസ്. അപ്പൊ ജാതി പറഞ്ഞ കേസ് ഇത്തരം കേസുകളിലൊക്കെ ശിക്ഷ കിട്ടുക, വലിയ ശിക്ഷകൾ കിട്ടുന്ന കേസുകൾ FIR അടിച്ച് കേൾപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കോംപ്രമൈസ് ചെയ്യാൻ ഇയാൾ തയ്യാറാകണം, സമ്മർദ്ദത്തിലാക്കണം എന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആർക്കാ ഗുണം? പോലീസിന് ഗുണം, CPM-ന് ഗുണം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നക്കാപ്പിച്ച കിട്ടിയാൽ കിട്ടി എന്ന് പറയാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അല്ല, ഈ കുട്ടികളെ കേസ് ഒതുക്കി തീർക്കാനും കാര്യം ഇനിയിപ്പോ ഈ കുട്ടികളുടെ ഭാവി ഇരുളടയും. കാര്യം എന്ന് വെച്ചാൽ ഇതേ കണക്ക് ഒരു കമ്പനിയിൽ നിന്ന് കാശ് മറിച്ച ഒരാൾ ഇനി ഒരു മറ്റൊരു കമ്പനി HR ഇപ്പൊ HR to HR ഒക്കെ നല്ലവണ്ണം അന്വേഷണം പോകും. ഏത് കമ്പനികളിൽ ഇപ്പൊ അങ്ങനെയാണ്. ഒരു കമ്പനിയിൽ നിന്ന് കാണിക്കുന്ന എന്താ കാണിക്കാൻ പാടില്ലാത്ത ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കമ്പനി നോക്കും. ഏതായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒന്ന് മാത്രം, ഭരണതലത്തിൽ CPM-ന്റെ താങ്കൾ പറഞ്ഞ പോലെ ഈ നെക്സസ് CPM-ന്റെ നെക്സസും ബഹുമാനപ്പെട്ട അവരുടെ BJPയുടെ നേതാക്കൾ തമ്മിലുള്ള ഒരു നെക്സസുമാണ് ഈ കേസിന് ഇത്തരത്തിലൊരു പുകപടലം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. ഇയാളെ സമ്മർദ്ദത്തിലാക്കാന്നുള്ള തന്ത്രം അവർക്ക് ഒന്ന് BJPക്ക് ഉണ്ടായിരുന്നു. അതെ, CPM രാഷ്ട്രീയത്തെക്കാൾ മറ്റു പല കാര്യങ്ങളായിരിക്കും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഒത്തുതീർപ്പിലൂടെ കുറച്ച് കാശ് അടിക്കുക. ഒത്തുതീർപ്പിലൂടെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഉണ്ടാവും സാമ്പത്തിക ഡീലിംഗ് ആയിരിക്കാം ഒരു പക്ഷേ പാർട്ടിക്കും അല്ലെങ്കിൽ പോലീസിലൊക്കെ ഉള്ള ഉന്നതർക്ക് ഉണ്ടായിരിക്കണം. കാരണം വെച്ചാൽ ഇതൊരു അങ്ങനെ അവനെ സാധ്യതയുള്ളൂ. ഇതൊരു ആകെ മൊത്തം ഒരു കച്ചവടം. അപ്പൊ ഇതിന്റെ പേരിൽ പിടിച്ച പല ബിസിനസ്സുകാരും കേരളത്തിൽ രക്ഷപ്പെട്ട പല കേസുകളും രക്ഷപ്പെട്ട സംഭവം എനിക്കറിയാം. അതെല്ലാം പാർട്ടിയും പോലീസും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ പുറത്താണ് പല ബിസിനസ്സുകാരും രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ ഇത്രയും പണമുണ്ടെന്ന് അറിയാം, പണം അത്യാവശ്യം കയ്യിലുള്ള ബിസിനസ്സുകാരനാണ് ഇയാളെന്ന് അറിയും. അപ്പൊ എന്നാൽ കുറച്ച് പോരട്ടെ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഈ CPM, കാരണം വെച്ചാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പാർട്ടിക്ക് മാത്രമേ ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സാധാ പോലീസുകാരുടെ കൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ട് CPM ചെയ്തപ്പോ അതൊരു പാക്കേജിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഉണ്ടാവും. കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേകം അഭിനന്ദനമുണ്ട് സാറേ, ഈ കേസ് ഇത്രയെങ്കിലും കൊണ്ടുവരും, അങ്ങനെയെങ്കിലും കൂടെ പറഞ്ഞെങ്കിൽ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് 2 ദിവസം മുന്നേ കൃഷ്ണകുമാർ അത് പറഞ്ഞത്. അപ്പൊ ഏതായാലും നമുക്കിതിലൊരു ചുരുക്കെഴുത്ത് എന്ന് പറയാൻ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ, കൃഷ്ണകുമാർ എന്ന നേതാവിനെ BJPയുടെ ജില്ലാ നേതൃത്വം, തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഒരു വേള തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെ പറയാം. അല്ലെ, താങ്കളുടെ അഭിപ്രായത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇതിന് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ടാകും, ഇടപെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനമെങ്കിലും ഉണ്ടായത്, അല്ലെ? തീർച്ചയായും. കാരണം അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് വലിയൊരു തിരിച്ചടിയാക്കിയത് പോലും ഉണ്ടായിരുന്നത് സംശയമില്ല. ഏതായാലും കേസിന്റെ നാൾവഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃഷ്ണകുമാർ അഭിനയ ലോകത്ത് നിൽക്കുന്ന ഒരു താരം. കൃഷ്ണകുമാറിനെ ഇത്തരത്തിൽ BJP ജില്ലാ ഘടകം, തിരുവനന്തപുരം ജില്ലാ ഘടകത്തിനെയും കടത്തിവെട്ടി താങ്കൾ പറഞ്ഞ പോലെ, ശ്രീകുമാർ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഭരണത്തിൽ കേന്ദ്രത്തിൽ BJP ഇല്ലാത്തപ്പോഴും ഇവിടെയും ഇത്രയധികം ഉൾപാർട്ടി രാഷ്ട്രീയവും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല് നടക്കുന്ന ഒരു പാർട്ടി വേറെയില്ല കേരളത്തിൽ. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ MP ആയിട്ട് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി ഈ പാർട്ടിയിൽ ഇല്ലാത്ത ആളായതുകൊണ്ടാണ്, അല്ലെ? ഈ പാർട്ടിയിൽ ഇല്ലാത്ത ആളായതുകൊണ്ടാണ്, ഒരു കെട്ടിയിറക്കൽ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. അപ്പം നിലവിൽ നാം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ
ഒരു കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയതും അദ്ദേഹം പിടിച്ച വോട്ടും അദ്ദേഹത്തിന് ലൈം ലൈറ്റും അദ്ദേഹം ഉള്ളത് സിനിമാ ഫീൽഡിലാണ്. അതും ഒന്ന് കെടട്ടെ, ഒന്ന് കെടണമല്ലോ, കെടുത്തണമല്ലോ എന്ന് തിരുവനന്തപുരം ജില്ലാ നേതൃത്വം വിചാരിച്ച് ഇറങ്ങിയതിന്റെ പരിണിത ഫലമാണ്. അതിന് ഒരല്പം മുമ്പൊടി കൂട്ടാൻ CPM ശ്രമിച്ചു എന്ന് തന്നെ നമുക്കിത് ആകെ മൊത്തം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും.